ഞാൻ ഡോക്ടർ രജിത നന്ദിനി. എൻ്റെ സ്വദേശം തിരുവനന്തപുരമാണ്. ഞാനൊരു പീഡിയാട്രീഷ്യനാണ്, ഒരു ചെറുകിട സംരംഭകയാണ്, ഒരു എഴുത്തുകാരിയുമാണ്. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം ഞാൻ സ്പെൻഡ് ചെയ്തത് ഒരു 5 വയസ്സ് വരെ എൻ്റെ അമ്മയുടെ മാതാപിതാക്കൾക്കൊപ്പമാണ്. എൻ്റെ കുഞ്ഞമ്മ ഉണ്ടായിരുന്നു അവിടെ. സ്കൂളിൽ ഞാനൊരു എബവ് ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്ന് പറയാം. അങ്ങനെ എക്സ്ട്രീംലി ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ഒന്നും അല്ല. അപ്പോൾ ഞാൻ 10th കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രിക്ക് വിമൻസ് കോളേജിൽ ചേർന്നു. ഫസ്റ്റ് ചാൻസിൽ എൻട്രൻസ് എഴുതിയപ്പം യാതൊരു വിധമായ ബ്രാഞ്ചസിനും എൻജിനീയറിങ്ങിനോ മെഡിസിനോ കിട്ടിയില്ല. ഡിഗ്രിക്ക് ചേർന്നു. അപ്പോൾ ഡിഗ്രിക്ക് ചേർന്ന സമയത്ത് എന്നോടൊപ്പം തന്നെ കളിച്ച് വളർന്ന 2 കൂട്ടുകാരികളുണ്ടായിരുന്നു. അവർക്ക് 2 പേർക്കും മെഡിസിന് കിട്ടി. അപ്പോൾ ഞാനൊരു ദിവസം സിറ്റി ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന കോളേജിലേക്ക് പോകാൻ സിറ്റി ബസ്സിൽ കയറാൻ നിൽക്കുമ്പോൾ ഇവർ 2 പേരും മെഡിക്കൽ കോളേജ് ബസ്സിൽ കയറി പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അവർക്കാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ. ഓഫ് കോഴ്സ് അവർക്ക് എന്നെക്കാളും ഒരുപാട് മാർക്ക് കൂടുതലായിരുന്നു. അപ്പോൾ എനിക്ക് എന്തോ ഒരു വാശി തോന്നി. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞ് എനിക്ക് എൻട്രൻസ് എഴുതണം. അപ്പോൾ അങ്ങനെ അച്ഛൻ എൻട്രൻസിൻ്റെ എല്ലാ ബുക്സും എനിക്ക് കൊണ്ടുവന്ന് തന്നു. എനിക്ക് ആ തവണ എഴുതിയപ്പോഴേക്കും എൻജിനീയറിങ്ങിനും മെഡിസിനും അഡ്മിഷൻ കിട്ടി. മെഡിസിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മെറിറ്റിലാണ് കിട്ടിയത്. എല്ലാവർക്കും ഭയങ്കരമായ അതിശയമുണ്ടായി. ഒന്നാമത്തെ കാര്യം, എനിക്ക് എല്ലാ കാര്യങ്ങളും പേടിയാണ്. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കി ഇതിനൊരു പേരുണ്ട്, ഓർണിത്തോഫോബിയ. അപ്പോൾ അതൊക്കെ വലിയൊരു നാണക്കേടായിട്ടാണ് ഞാൻ ആ പ്രായത്തിൽ മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ ഇത്ര അധികം പേടിയുള്ളൊരു കുട്ടി എങ്ങനെ മെഡിസിന് പഠിക്കും, ഇതിന് വിടണോ എന്നൊക്കെ പോലെ ഒരു ചിന്തയുണ്ടായി. അപ്പോൾ ഞാൻ മെഡിസിന് പോയി. ഡെഡ് ബോഡി ആദ്യം കണ്ടപ്പോൾ ഒരു ചെറിയ പേടി തോന്നി, എന്നാലും അവിടെ ഇരുന്നു. അത് കഴിഞ്ഞു മെഡിസിനൊക്കെ ഞാൻ പാസ്സായി. ഫസ്റ്റ് ക്ലാസ്സോടുകൂടി തന്നെ പാസ്സായി. ഹൗസ് ഏജൻസിക്ക് ഹൗസ് ഏജൻസി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കൊരു വിവാഹാലോചന വരുന്നത്. വളരെ നല്ലൊരു ഫാമിലി, കാർഡിയോളജിക്ക് പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ 1 മാസത്തിനകം കല്യാണം നടക്കണം എന്നുള്ള എന്തോ നമുക്ക് ഈ ജ്യോതിഷപരമായ കാരണങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ 1 മാസത്തിനകം കല്യാണം നടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിയുമ്പോൾ എനിക്ക് 24 വയസ്സായിരുന്നു പ്രായം. ഹൗസ് ഏജൻസി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കി ഒട്ടും കമ്പാറ്റബിൾ അല്ലാത്ത 2 വ്യക്തികളാണ് ഞങ്ങളെന്ന്. അപ്പോൾ അത്തരം പൊരുത്തക്കേടുകൾ ഉണ്ടായിട്ടും എൻ്റെ മനസ്സിൽ എന്നെ വളർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഞാൻ കണ്ട് വളർന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ സ്ത്രീകൾ എല്ലായിടത്തും അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരത് സഹിച്ച് മുമ്പോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നത്. എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ താമസം നേരിട്ടു. അപ്പോഴൊക്കെ ഇത് എൻ്റെ മാത്രമായ ഒരു പ്രശ്നമാണെന്നുള്ള രീതിയിൽ ധാരാളം നെഗറ്റീവായിട്ടുള്ള കമൻസ് എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും പ്രഗ്നൻ്റായി, കുഞ്ഞുണ്ടായി. പക്ഷേ ഒരു ഘട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന മെയ്ഡ്, പുള്ളിക്കാരി എന്നെയും വളർത്തി. 6 വയസ്സ് മുതൽ ഞങ്ങളുടെ വീട്ടിൽ കൂടെ ഉള്ളതാണ്. അപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞ് പോയപ്പോൾ പുള്ളിക്കാരി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഒരു ദിവസം എൻ്റെ നേരെ വരുന്ന ആ ഒരു കമൻറ്റുകൾ, അല്ലെങ്കിൽ ആ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് കണ്ടിട്ട് പുള്ളിക്കാരി എൻ്റെ അറിവ് സമ്മതമോ കൂടാതെ പുറത്തു പോയൊരു പബ്ലിക് STD ബൂത്തിൽ നിന്ന്, അന്നൊക്കെ STD ബൂത്തേ ഉള്ളൂ, STD ബൂത്തിൽ പോയി എൻ്റെ പേരൻസിനെ വിളിച്ച് പറയുമായിരുന്നു പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് രജിതയെ കൊണ്ടുപോകണം എന്ന്. രാവിലെ 6 മണിക്ക് പുള്ളിക്കാരി വിളിച്ച് പറഞ്ഞു. 11:30 അച്ഛനും അമ്മയും വന്നു. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞ ഒരു കാര്യം, എൻ്റെ അച്ഛൻ പറഞ്ഞു, മോളെ ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, എൻ്റെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അത് കഴിഞ്ഞ് എൻട്രൻസിന് പഠിക്കാൻ തുടങ്ങി. ഒരു 1.5 വർഷത്തോളം വേറെ എല്ലാം മറന്ന് ഞാൻ MD എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ മകളെ എൻ്റെ അച്ഛനും അമ്മയാണ് നോക്കിയത്. അപ്പോൾ മണിപ്പാലിൽ എനിക്ക് MDക്ക് അഡ്മിഷൻ കിട്ടി. പീഡിയാട്രിക്സ് ആണ് കിട്ടിയത്. എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു പീഡിയാട്രീഷ്യൻ ആവണം എന്നുള്ളത് മെഡിസിൻ പഠിക്കുന്ന സമയത്ത്. മണിപ്പാലിൽ പോകാനായിട്ട് തയ്യാറായിരിക്കുന്ന ആ ഒരു സമയത്ത് ഇൻ്റർവ്യൂ കാർഡ് വന്നപ്പോൾ അച്ഛന് ഹാർട്ട് അറ്റാക്ക് ആയി, ആശുപത്രിയിലായി. പലരും വന്ന് പറഞ്ഞത്, ഇനി മണിപ്പാലിലൊന്നും പോകേണ്ട, നാട്ടിൽ കിട്ടുന്ന എന്തെങ്കിലും ചെയ്താൽ മതി, ഇനിയും അച്ഛനെ അമ്മയും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. അപ്പം അച്ഛൻ പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ട് വന്നാലും ശരി, അവൾ പോവുകയും ചെയ്യും, അവൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കുകയും ചെയ്യും, നീ അതൊന്നും ആലോചിക്കേണ്ടെന്ന്. അപ്പം അച്ഛൻ്റെ ആ ഒരു വാക്കിൻ്റെ പുറത്താണ് ഞാൻ മോളെ നാട്ടിൽ അമ്മയെ ഏൽപ്പിച്ചിട്ട് മണിപ്പാലിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ എൻ്റെ വിഷയം പീഡിയാട്രിക്സ് ആണല്ലോ. അപ്പോൾ വാർഡിൽ പോയി കുട്ടികളെയൊക്കെ കാണുമ്പോൾ, പ്രത്യേകിച്ച് മോളുടെ പ്രായമുള്ള പെൺകുട്ടികളെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുമായിരുന്നു. ചിലപ്പോൾ ഞാൻ അവരെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കുറേ നേരം ഇരിക്കും. അപ്പോൾ എനിക്ക് തോന്നും എൻ്റെ മോളിപ്പോൾ എന്തായിരിക്കും ചെയ്യണത്. അങ്ങനെ എനിക്ക് നല്ല വിഷമം തോന്നുമായിരുന്നു. എന്തായാലും ആ ഒരു പരീക്ഷണഘട്ടവും എങ്ങനെയോ കഴിഞ്ഞു. വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വന്നു. എനിക്ക് ഗവൺമെൻറ് സർവീസ് കിട്ടിയിരുന്നു. അന്നത്തെ കാലത്ത് സാലറി എനിക്ക് വളരെ കുറവായിരുന്നു. അപ്പോൾ എനിക്ക് എഡ്യൂക്കേഷണൽ ലോണുണ്ട്, പിന്നെ അത് അടയ്ക്കാനുള്ള വഴികൾ കണ്ടെത്തണം. അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും എനിക്ക് തോന്നി ഗൾഫിൽ പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അങ്ങനെ എനിക്ക് ഗൾഫിലൊരു ജോലി ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാൻ ഗൾഫിൽ പോവുകയും ചെയ്തു.
അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുഞ്ഞിൻ്റെ രക്ഷകർത്താവായ അമ്മ നാട്ടിലില്ല, അതുകൊണ്ട് ഇനിയുള്ള രക്ഷകർത്താവ് അച്ഛനാണെന്ന് പറഞ്ഞ് മോളുടെ അച്ഛൻ കസ്റ്റഡിക്കായിട്ട് കേസ് കൊടുത്തത്. അപ്പോൾ പിന്നെ എനിക്ക് കൂടുതലൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. ആ മാസത്തെ ശമ്പളം, പിന്നെ എൻ്റെ ഗ്രാറ്റുവിറ്റി, അവിടെ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ എല്ലാം ഇട്ടിട്ട് ഒരു ദിവസം രാത്രി ഫ്ലൈറ്റ് കയറി ഇങ്ങ് പോരുമായിരുന്നു. പിന്നെ നാട്ടിലെ ഈ കസ്റ്റഡി ഫൈറ്റ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാമായിട്ട് എനിക്ക് വീണ്ടും ഡിപ്രഷൻ വന്നു. വീണ്ടും ഡോക്ടറിനെ കാണിക്കേണ്ടി വന്നു, മരുന്ന് കഴിക്കേണ്ടി വന്നു. പക്ഷേ ഒരു 6 മാസത്തോളം മരുന്ന് കഴിച്ചതിന് ശേഷം ഞാൻ ഓക്കെ ആയി. അതിനുശേഷം ഞാനൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് നിന്ന് ഒരു 50 കിലോമീറ്റർ സൗത്താണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യാത്ര ചെയ്തതുകൊണ്ട് എനിക്ക് മുമ്പ് തന്നെ ചെറുതായിട്ട് നടുവേദന വരുമായിരുന്നു. വളരെ സിവിയറായിട്ടുള്ള നടുവേദന വന്ന് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ കിടപ്പിലായി. സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പോലും മറ്റൊരാളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലായി. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ 1 മാസത്തോളം കിടപ്പിലായി അഡ്മിറ്റായിരുന്നു. അഡ്മിറ്റായി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ 50 കിലോമീറ്റർ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഈ ഒരു ജോലി വേണ്ടാന്ന് വെക്കണം. അപ്പോൾ അവിടെയും ഞാൻ ബിൽഡ് ചെയ്ത ഒരു കരിയർ, എൻ്റെ ഒരു ഗുഡ് വില്ല് എല്ലാം ഉപേക്ഷിച്ച് വീണ്ടും വീട്ടിലിരിപ്പായി. അപ്പോൾ അങ്ങനെ ഇരുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. പത്തനംതിട്ട ഞങ്ങളുടെ തന്നെ ഒരു ബന്ധുവിൻ്റെ ഹോസ്പിറ്റലിൽ പീഡിയാട്രീഷ്യൻ്റെ വേക്കൻസി ഉണ്ടെന്ന്. ഒരു പീഡിയാട്രീഷ്യനായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് ലീവ് എടുക്കാനും മറ്റുള്ള കാര്യങ്ങളിലെയും ബുദ്ധിമുട്ട് വെച്ച് ഞാൻ അവിടെ തന്നെ മറ്റൊരു ഹോസ്പിറ്റലിൽ, ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ മുത്തൂറ്റ് മെഡിക്കൽ സെൻറ്ററിൽ ജോയിൻ ചെയ്തു. മോൾക്ക് വളരെയധികം ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കിന്നാണ്. അപ്പോൾ ഞാൻ ഒത്തിരി റെമഡീസ് ഇങ്ങനെ പലതും ട്രൈ ചെയ്യും, DIY പോലത്തെ. അപ്പോൾ ഒരു ജേർണലിൽ ഞാനിങ്ങനെ ഗോട്ട് മിൽക്ക് സോപ്പിനെ കുറിച്ച് വായിച്ചു. വേറെ ഒന്നും ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ചെയ്യാനില്ലാതിരിക്കുകയായിരുന്നുകൊണ്ട് ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അത് നല്ല സക്സസ്ഫുള്ളായി, അവൾക്ക് വളരെയധികം പ്രയോജനം കണ്ടു. അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങളുടെ ഫാമിലിയിലുള്ള വേറെ ഡ്രൈ സ്കിൻകാരും അത് കൊണ്ടുപോയി. പിന്നെ അത് ഞാൻ പോലും അറിയാതെ ഒരു ബിസിനസ്സായിട്ട് മാറുകയായിരുന്നു. ലൈസൻസൊക്കെ എടുത്ത് ഞങ്ങൾ ഗോട്ട് മിൽക്ക് സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു ബിസിനസ് തുടങ്ങിയ സമയത്താണ് എനിക്ക് ദുബായിൽ വെച്ച് പരിചയമുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ കാര്യം ഞാൻ ഓർത്തത്. പുള്ളിക്കാരൻ്റെ പേര് ജയകുമാർ എന്നാണ്. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു, ഇങ്ങനെ നമ്പറൊക്കെ തപ്പിയെടുത്ത് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു ബിസിനസ് ഒരു പ്ലാനുണ്ട്, അപ്പോൾ അതിൻ്റെ സ്കോപ്പ് എങ്ങനെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അന്വേഷിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇത് ഒരുപാട് സ്കോപ്പുള്ള മാർക്കറ്റാണ്, ഒരുപാട് ഗ്രോത്തിനും സാധ്യതയുള്ള ഒരു സാധനമാണെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരൻ തന്നെ അവിടെ പോയി കുറേ അന്വേഷിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ക്രമേണ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എനിക്കും നാട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് തുടങ്ങണം എന്നുണ്ട്, അപ്പോൾ ഇതൊരു പാർട്ട്ണർഷിപ്പ് ബേസിസിൽ ചെയ്താൽ നന്നായിരിക്കും, ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ക്രമേണ ഞങ്ങൾ സുഹൃത്തുക്കളായി. പിന്നെയാണ് ആ സുഹൃത്ത് ബന്ധം മറ്റൊരു ലെവലിലേക്ക് പോയത്. രജിതയുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് ഞാൻ രംഗപ്രവേശം ചെയ്യുന്നത്. അതായത് രജിതയുടെ ജീവിതത്തിൻ്റെ 2ാം ഘട്ടം എന്ന് പറയാം. അതിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ അവർ കടന്നു വന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ അവർ സ്ട്രഗിൾ ചെയ്ത് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സാധാരണ ഒരു സ്ത്രീകളെക്കാൾ കൂടുതൽ പൊട്ടൻഷ്യലോടുകൂടി അത് ഫേസ് ചെയ്യും. അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട്, പ്രത്യേകിച്ച് മോളുടെ കാര്യത്തിലാണെങ്കിലും അവരുടെ ഫ്യൂച്ചറിൻ്റെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും അവർ സ്ട്രഗിൾ ചെയ്ത് വന്ന ആ ഒരു സംഭവം കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അഭിമാനം തോന്നുന്നു. ഒരു ഹസ്ബൻഡ് എന്ന നിലയ്ക്ക് എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. ഇത് റിലേഷൻഷിപ്പിലേക്ക് മാറി ഞാൻ മോളുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്തപ്പോൾ അപ്പോൾ മോള് പറഞ്ഞത്, അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കാൻ പേടിയാണ്. കാരണം കല്യാണം എന്ന് പറഞ്ഞ് ഞാൻ ഇക്വേറ്റ് ചെയ്യുന്നത് കൺട്രോളുമായിട്ടാണ്, യാതൊരു സ്വാതന്ത്ര്യമില്ലായ്മയുള്ളൊരു അവസ്ഥയുമായിട്ടാണ്. എൻ്റെ മനസ്സിൽ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ജീവിതത്തിൻ്റെ പകുതിയിൽ ഒരാൾ ഒരു നല്ല കമ്പാനിയനായി, ഒരു ഫ്രണ്ടായി വരണമെന്ന് ഞാൻ തന്നെയാണ് അമ്മയോട് പറഞ്ഞത്. ബിക്കോസ് അമ്മ ജീവിതകാലം മുഴുവൻ കരഞ്ഞും വിഷമിച്ചും ഇരിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് അമ്മയുടെ കുറ്റം കാരണം അല്ല അമ്മയ്ക്കതുണ്ടായത്. അങ്ങനെ എനിക്കൊരു തീരുമാനം എടുക്കാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് കാലം വേണ്ടി വന്നു. പക്ഷേ അൾട്ടിമേറ്റ്ലി ഞങ്ങൾ വിവാഹിതരായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വിവാഹബന്ധം കൺട്രോളല്ല, അതൊരു സൗഹൃദമാണ്. നമ്മളൊരിക്കലും നമ്മുടെ കൺട്രോൾ ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കുകയല്ല, നമ്മൾ നമ്മുടെ ഒപ്പം കൂടെ ഒരാളും കൂടെ നമ്മളുടെ ഒപ്പം ആ ലൈഫിൻ്റെ ജേണിയിൽ നടക്കുകയാണ്, നമുക്ക് സപ്പോർട്ടായിട്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ കൺസെപ്റ്റിലുള്ള ആ ഒരു മാരേജ്. പല കാര്യങ്ങളും ഞാൻ കണ്ടത്, ഏത് കാര്യത്തിനാണെങ്കിലും അതിൻ്റെ അറ്റം വരെ പോയിട്ട് അതിനെപ്പറ്റി വായിച്ച് പഠിച്ച് ചെയ്യുന്ന ഒരു സ്വഭാവം രജിതയ്ക്കുണ്ട്. ജയ് എൻ്റെ ഞാൻ ജയ് എന്നാണ് വിളിക്കുന്നത്. ജയ് എൻ്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷം എനിക്ക് എന്തൊരു കാര്യം ചെയ്യണമെന്ന് തോന്നിയാലും ജയ് പറയും ചെയ്യ്, അതിനിപ്പോൾ എന്താ, മാക്സിമം എന്ത് പറ്റും, തെറ്റിപ്പോവും, അതൊരു ലെസണായിട്ട് നമുക്ക് എടുക്കാമെന്നാണ്.
അങ്ങനെയാണ് ഞാൻ പണ്ട് കുട്ടിക്കാലത്ത് ഞാൻ എഴുതുമായിരുന്നു. പിന്നെ എനിക്ക് തന്നെ ഇതൊന്നും കൊള്ളൂലായിരിക്കും എന്ന് വെച്ച് കീറിക്കളയായിരുന്നു. അപ്പം ഞാൻ എഴുതാൻ തുടങ്ങി. ഞാൻ എഴുതിയ ആദ്യത്തെ കഥ, ആദ്യത്തെ ലേഖനം ഒക്കെ വായിച്ചത് ജയ്യാണ്. ആദ്യം ചെറുതായിട്ട് എഴുതുന്നു എന്ന് പറയുമ്പോഴും ഞാനത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയും നോക്ക് നല്ല ഭാഷ എന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് അത് എഴുതി തുടങ്ങി. ഇപ്പോൾ 2 ബുക്കുകൾ പ്രസിദ്ധീകരിച്ചു. അമ്മയുടെ ആദ്യത്തെ പുസ്തകമായിരുന്നു ലെമൺ ക്യാൻഡീസ്. അത് വായിക്കുമ്പം എനിക്കൊരു ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് കിട്ടിയത്. ഒരു നല്ല മണമുള്ള ഒരുപാട് കുട്ടിക്കാലത്തെ ഫ്ലേവേഴ്സ് ഉള്ള കുട്ടി കഥകളായിരുന്നു. അതൊരു വോം ഹഗ്ഗായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടിനെ കുറിച്ച്. അതുപോലെ തന്നെ എൻ്റെ മോളും, ഞാൻ ഏതൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചാലും അവൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല അമ്മ ആൾക്കാർ എന്ത് വിചാരിക്കും, അങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പോൾ അവളെപ്പോഴും പറഞ്ഞിട്ടുള്ളത് അമ്മയ്ക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അമ്മയ്ക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അമ്മ ഉറപ്പായിട്ടും ചെയ്യണമെന്ന്. അത് ഇന്ന് രാവിലെ ഈ നിമിഷം വരെ അവൾ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അമ്മ സോപ്പ് ഉണ്ടാക്കുമ്പോഴും ബേബി ഫുഡ് ബിസിനസ് ചെയ്യുമ്പോഴും കഥകൾ എഴുതുമ്പോഴും അമ്മയുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ വേറെ ആൾക്കാരുമായി പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ ഷെയർ ചെയ്യുമ്പോഴും ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. ഒരു ഡോക്ടർ എന്തിനാ സോപ്പ് ഉണ്ടാക്കുന്നത്, നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ എന്താ പബ്ലിക്കിലോട്ട് അറിയിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയ്ക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ അമ്മ ചെയ്യാവൂ എന്ന്. ആൾക്കാരങ്ങനെ പലതും പറയും, പക്ഷെ നമുക്ക് സന്തോഷം കിട്ടുന്നെങ്കിൽ, വേറെ ആരെയും വിഷമിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മളത് ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ മുത്തൂറ്റിൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വർക്ക് ചെയ്ത സമയത്ത് അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു. ചികിത്സ ചെയ്തു, ബയോപ്സി വന്നു, പെറ്റ് സ്കാനിൻ്റെ റിപ്പോർട്ട് വന്നു. അപ്പോൾ റിപ്പോർട്ടൊന്നും തന്നെ നമുക്ക് അനുകൂലമല്ല, എല്ലാം വളരെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസാണ് കാണിക്കുന്നത്. അപ്പോൾ സ്റ്റേജ് 4 ആണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു ഡോക്ടറായ നിലയ്ക്ക് നിങ്ങളെ വിളിച്ചാണ് ഞാൻ കാര്യം പറയുന്നത്, എനിക്ക് മറ്റൊരാളുമായിട്ടിത്, നിങ്ങളുടെ അച്ഛനോ എല്ലാവരും പ്രായമായവരല്ലേ, അപ്പോൾ അവർ നോക്കുമ്പോൾ ഞാനാണ് ഇത് കേൾക്കേണ്ട വ്യക്തി, ഞാനാണ് സ്ട്രോങ് വ്യക്തി. പക്ഷേ ഇത് കേട്ട ഞാൻ ആ സ്റ്റെപ്പിലിരുന്ന് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയും. ചുറ്റുമുള്ള ഒരുപാട് പേഷ്യൻസ് വന്ന് ചോദിച്ചു എന്താണ് കാര്യം. ഞാൻ പറഞ്ഞു ഇത് അമ്മയ്ക്ക് ഇങ്ങനെ ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ കൈ പിടിച്ച് കരഞ്ഞു. സത്യം പറയാലോ ആ സമയത്ത് ഒരുപാട് പേരെന്നെ ചേർത്ത് പിടിച്ച്, സാരമില്ല ഞങ്ങളും ഒക്കെ ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ശരിയായവരാണ്. അന്ന് അമ്മയ്ക്ക് 70 ഇയേഴ്സ് ആയിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ ലൈഫ് ഇത്രയൊക്കെ ആയി, നിങ്ങൾ രണ്ടുപേരും ലൈഫിൽ സെറ്റിൽഡായി, വരുന്നിടത്ത് വെച്ച് കാണാം, എന്തായാലും ഞാനൊരു ഫൈറ്റ് ഇല്ലാതെ ഗിവപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അമ്മ എന്ത് ചികിത്സ ഡോക്ടർ നിർദ്ദേശിച്ചോ അതെല്ലാം അമ്മ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു. അത് മുഴുവനും അച്ഛൻ ഒരു ചെറിയ കുഞ്ഞിനെ നോക്കുന്ന പോലെ അമ്മയെ നോക്കി ഹെൽപ്പ് ചെയ്ത് ആ ചികിത്സ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയും ഏജ്ഡ് ആയിട്ടും നല്ല പ്രയോജനം കിട്ടി. അമ്മ 5 ഇയേഴ്സ് സർവൈവൽ റേറ്റ്, അമ്മ ഇപ്പോൾ 50 ഇയറിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതും തരണം ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് വർഷം തോറുമുള്ള ചെക്കപ്പിൻ്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഞാൻ ഇയർലി ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ 2023 ഇയർലി ചെക്കപ്പ് ചെയ്ത സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ സ്റ്റൊമക്കിൽ ഒരു ട്യൂമർ ഉണ്ടെന്നുള്ള കാര്യം. അത് ഒരു മലിഗ്നൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഒന്നുമല്ല, ബിനൈൻ ആയിട്ടുള്ള ഒരു ട്യൂമറാണ്. ആദ്യം ഈ ഒരു കാഷ്വലായിട്ടുള്ള ഒരു ടെസ്റ്റിൽ തന്നെ കണ്ടുപിടിച്ചത് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് അതെൻ്റെ ബോഡിയിൽ നിന്ന് നീക്കം ചെയ്യാനും സാധിച്ചു. ആ ഒരു സമയത്ത് ആണ് ഞാൻ ബേബി ഫുഡിനെ കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം ഞാനൊരു പീഡിയാട്രിക് ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി. അപ്പോൾ എനിക്ക് ആ പേരൻറ്റിങ് പേജിൽ ഒരുപാട് പേര് ചോദിക്കാറുള്ളൊരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് സേഫായിട്ട് കൊടുക്കാൻ പറ്റിയ ബേബി ഫുഡ് എന്താണ്. ഞാൻ പ്രത്യേകിച്ച് ഒരു ബ്രാൻഡും എൻഡോസ് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഞാനൊരു ബേബി ഫുഡ് ബ്രാൻഡ് തുടങ്ങിയാലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ട് അങ്ങനെ തുടങ്ങിയ ഒരു ബേബി ഫുഡ് ബ്രാൻഡാണ് എൻ്റെ ഇപ്പോഴത്തെ ബ്രാൻഡ് നീലൂസ്. അപ്പോൾ അതും ഈ ഒരു രോഗാവസ്ഥയിൽ കൂടെ കടന്നു പോയ ഒരു സമയത്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ രജിതയുടെ എല്ലാ കാര്യങ്ങൾക്കും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റട്ടെ. രജിതയുടെ ഹാർഡ് വർക്കും ഉണ്ട്, എല്ലാ സക്സസ്സും ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ വിഷ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പൊതുവേ തോന്നിയിട്ടുള്ളൊരു കാര്യം, 1-2 കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു വ്യക്തിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവരുടെ എഡ്യൂക്കേഷനാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്കൊരു വലിയൊരു ബലമാണ്. അത് കാരണം നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടും. അമ്മയുടെ ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ലൈഫ് നമ്മളിൽ ചാലഞ്ചസ് ഇട്ടുകൊണ്ടിരിക്കും, പക്ഷെ നമ്മൾ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നുള്ളത് അൾട്ടിമേറ്റ്ലി നമ്മളുടെ ചോയ്സാണ്. ആൻഡ് ദാറ്റ് മേക്സ് ഓൾ ദ ഡിഫറൻസ്. അപ്പോൾ ഒരു ചെറിയ പ്രശ്നം വന്നെന്ന് പറഞ്ഞ് നമ്മുടെ ലൈഫ് അവിടെ നിന്ന് പോകില്ല, പിന്നെയും എണീറ്റ് നമുക്ക് നടക്കാനുള്ള കരുത്ത് നമ്മളിലുണ്ട്. അതാണ് എനിക്ക് അമ്മയുടെ ലൈഫിൽ നിന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലായ കാര്യം. ആൻഡ് ഷീ ഈസ് ഓൾവേസ് മൈ റോൾ മോഡൽ. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചോയ്സസ് അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സാഹചര്യത്തിൽ നിന്ന് എളുപ്പത്തിൽ നമുക്ക് ഇറങ്ങിപ്പോരാൻ പറ്റും. എളുപ്പത്തിലല്ല, നമുക്ക് ഇറങ്ങിപ്പോരാൻ പറ്റും. മുമ്പിൽ ഇരുട്ട് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിച്ച് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ, എവിടെയെങ്കിലും ഒരു തിരി വെട്ടം കാണുന്നുണ്ടോ എന്ന് നമ്മൾ
ഹോപ്പ്, പ്രതീക്ഷയോടെ നമ്മൾ മുമ്പോട്ട് നോക്കി നിൽക്കുമ്പോൾ ഒന്നല്ല ഒരുപാട് ദിശകളിൽ നിന്ന് നമുക്ക് വെളിച്ചം കാണാൻ പറ്റും. പിന്നെ നമ്മൾ ആ വെളിച്ചത്തിൻ്റെ നേരെ നടക്കുക, അത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ.